ദിവസവും നമ്മൾ ഒരുപാട് കോളുകൾ ചെയ്യുന്നവരാണ്. നമുക്ക് ഇൻകമിംഗ് കോളായിട്ടും ഒരുപാട് വരാറും ഉണ്ട്. പക്ഷേ ചില സുഹൃത്തുക്കൾ നമ്മളോട് പരാതി പറയും, നിന്നെ എത്ര വിളിച്ചിട്ടും കിട്ടുന്നില്ല, എപ്പോഴും ബിസി ബിസി എന്നാണ് പറയുന്നത്, നിനക്കൊന്ന് തിരിച്ച് വിളിച്ചുകൂടെടാ എന്നൊക്കെ ചോദിക്കും. സത്യത്തിൽ ഇങ്ങനൊരു സുഹൃത്ത് വിളിച്ചത് നമ്മൾ അറിഞ്ഞു കാണത്തേ ഇല്ല. അതായത് നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് മറ്റൊരു കോൾ വരുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു പ്രധാനപ്പെട്ട സെറ്റിങ്സ് നമ്മുടെ ഈ കോൾ സെറ്റിങ്സിൻ്റെ അകത്ത് തന്നെയുണ്ട്. പല ആളുകൾക്കും അറിയില്ല ഇതെങ്ങനെയാണ് എനേബിൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ ഗുണവും ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് പല ആളുകൾക്കും അറിയില്ല. ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈലിൽ ഈ ഒരു കോൾ സെറ്റിങ്സിൽ ഈ ഒരു സംഭവം നിങ്ങൾ എനേബിൾ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. സംഭവം സിമ്പിൾ ആണെങ്കിലും പല സാഹചര്യങ്ങളും നമുക്കിത് ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ സാധാരണ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലതുവശത്ത് മുകളിൽ ഒരു 3 ഡോട്ട്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ സെറ്റിങ്സ് നിങ്ങൾ കാണാൻ സാധിക്കും. സെറ്റിങ്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ പുതിയ മോഡൽ മൊബൈലുകളിലൊക്കെ ഞാൻ ഈ കാണിക്കുന്ന ഓപ്ഷൻസിലാണ് ഈ ഒരു സെറ്റിങ്സ് ഉള്ളത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ സപ്ലിമെൻ്ററി സർവീസസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഇതൊന്ന് ഓപ്പണായി കിട്ടണമെങ്കിൽ കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇവിടെയാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന ആ ഒരു സെറ്റിങ്സ് ഉള്ളത്. പുതിയ മൊബൈലുകളിലൊക്കെ ഈ ഒരു സെറ്റിങ്സിലാണ് ഉള്ളത്. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും കോൾ വെയിറ്റിംഗ് എന്നൊരു ഓപ്ഷൻ. ഇത് നിങ്ങളുടെ മൊബൈലിൽ ഓഫിലാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇനി 2 സിം ഉപയോഗിക്കുന്ന മൊബൈലാണെങ്കിൽ കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇവിടെ സിം 2 എന്ന ഭാഗത്ത് ഇവിടെയും കോൾ വെയിറ്റിംഗ് കാണാം. അപ്പോൾ 2 സ്ഥലത്തും കോൾ വെയിറ്റിംഗ് നിങ്ങൾ കാണാൻ സാധിക്കും. രണ്ടും നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുക. നിങ്ങൾ സാധാരണ കോൾ ചെയ്യുന്ന സമയത്ത് മറ്റാരെങ്കിലും നിങ്ങളെ കോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് സ്ക്രീനിൽ തന്നെ കാണാൻ സാധിക്കും. നിങ്ങളുടെ ഈ കോൾ കട്ട് ചെയ്തിട്ട് അവർക്ക് നിങ്ങൾക്ക് തിരിച്ചു വിളിക്കാനും ഈ ഒരു സെറ്റിങ്സ് ആണ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് വരിക. ഞാനിപ്പോൾ കാണിച്ച ഈ ഒരു സെറ്റിങ്സ് നിങ്ങളുടെ മൊബൈലിൽ ഇല്ല എങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ബാക്ക് വന്നിട്ട് ഈ ഒരു കോൾ ചെയ്യുന്ന ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്ന് നിങ്ങൾക്ക് താഴെ എവിടെയെങ്കിലും കാണാൻ സാധിക്കും. ആ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സിം കാർഡ് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോൾ വെയിറ്റിംഗ് എന്ന ആ ഒരു ഓപ്ഷൻ, നേരത്തെ കാണിച്ച ആ ഒരു കോൾ വെയിറ്റിംഗ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കും. അതാണ് നിങ്ങൾക്ക് കോൾ ചെയ്യുമ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന കോളുകൾ മനസ്സിലാക്കാനുള്ള സെറ്റിങ്സ്. അത് നിങ്ങൾ തീർച്ചയായിട്ടും എനേബിൾ ചെയ്ത് വെക്കുന്നത് പല സന്ദർഭങ്ങളിലും ഉപകാരപ്രദമായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.